തിലോപ്പിയുണ്ട്, പുറമെ കരിമീനുണ്ട്, പിന്നെ വരാൽ, നാടൻ മത്സ്യം. കരിമീനൊക്കെ നല്ല വളർച്ചയാണ്. കാരണം ഇത് നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് വരെ തടസ്സങ്ങളും ഒന്നും തന്നെ ഇല്ല. പോണ്ട് വൃത്തിയാക്കണം, ചെളി മഡ് കോരി മാറ്റേണ്ടതുണ്ട്. ആ മഡ് നല്ലൊരു വളമാണ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ അമോണിയ കണ്ടന്റുള്ള ഒരു സോയിലായിരിക്കും. ഈ മഡ് മാറ്റുന്നതോടുകൂടി 2 ഗുണമാണ്. ഒന്ന്, ഇത് വളമായിട്ട് ഉപയോഗിക്കാം. ഡേ ഓൾഡ് പ്രായമുള്ള 100 താറാവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. കൃഷി ചെയ്യുന്ന ഈ രീതിയാണ് പലപ്പോഴും നഷ്ടത്തിലേക്ക് ചെന്നെത്തുന്നത്. ആദ്യം കൃഷി എന്താണെന്ന് അറിയണം. പെരുന്തേനീച്ച, ഇതാണ് പെരുന്തേനീച്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം 40ഓളം കൂടുകൾ എനിക്കുണ്ട്. പ്രകൃതിയാ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല, നാച്ചുറൽ ആണ്. അപ്പോൾ അതുകൊണ്ട് പരിചരണം വളരെ കുറവാണ്. തേനീച്ചയെക്കുറിച്ചുള്ള ഭയമാണ് പൊതുവെ ആരും തേനീച്ച കൃഷി ചെയ്യാതിരിക്കാൻ കാരണം. ഞാനും തേനീച്ചയെ ഭയന്നിരുന്ന ഒരാളായിരുന്നു. പച്ചക്കറികൾ നട്ടിരുന്ന സമയത്ത് പച്ചക്കറി തോട്ടത്തിൻ്റെ സമീപത്തായിട്ട് ഒരു തെങ്ങിലെ പുറത്ത് നിന്ന് ഒരു തേൻ തുമ്പി വന്ന് കൂട് വയ്ക്കുകയും കുറേ നാൾ അവിടെ തേൻ തുമ്പി അവിടെ കഴിയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് മനസ്സിലായത്, ഈ പാഷൻ ഫ്രൂട്ടൊക്കെ നിറയെ കായ്ക്കുന്നുണ്ട്, പേര സമൃദ്ധമായിട്ട് കായ്ക്കുന്നുണ്ട്. ഒക്കെ കാരണം ഇതിൻ്റെ സമീപത്തുള്ള തേനീച്ചയാണ്. ശരാശരി 250 കിലോ തേൻ കിട്ടുന്ന സ്ഥിതിക്ക് ഇത്രയും നാൾ ഓരോ വർഷവും ഇത്രയും 2-3 കൂടുകൾ തുടങ്ങി എനിക്ക് ഏകദേശം ഒരു 10-40ഓളം പെരുന്തേനീച്ചയുടെ കൂടുകളുണ്ട്. ഈ നെൽകൃഷിയെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, നമുക്ക് ആ സമയം അറിയണമെങ്കിൽ ക്ലോക്ക് നോക്കണം. പക്ഷേ താറാവിനെ സംബന്ധിച്ച് ഒന്നും നോക്കണം. കൃത്യം 4 മണി ആയാൽ അവർ വീട്ടിൽ ഫോളിനായിരിക്കും. ഇതൊരു ഹൈബ്രിഡ് പയർ ചെടിയാണ്. ഈ ഇലയൊക്കെ വളരെ വിസ്തൃതി വളരുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെയിൽ, സൂര്യപ്രകാശം ഇതിന് കിട്ടാതെ വരും. താറാവ് കളയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ നെൽപ്പാടത്തിലെ കളയെടുക്കുന്നതിൽ നല്ലൊരു ശതമാനം അവരതിനെ എടുത്ത് സഹായിക്കുന്നുണ്ട്. കൃഷി ഒരു തൊഴിൽ എന്നതിനേക്കാൾ ഉപരി വിജ്ഞാനവും വിനോദവും വിശ്രമവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. ശ്രീകുമാർ, സ്ഥലം വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ആലന്തറ, നമ്മുടെ MC റോഡിൻ്റെ സൈഡിലുള്ള പുതിമൂട് സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ താമസ സ്ഥലത്തോട് ചേർന്നാണ് എൻ്റെ കൃഷിയിടം. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. കേരള വനം വന്യജീവി വകുപ്പിലായിരുന്നു. 2022 ഏപ്രിലിൽ അവിടുന്ന് വിരമിച്ചു. സർവീസിലായിരിക്കെ തന്നെ ഭാഗികമായിട്ട് കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആക്ടിവിറ്റീസാണ്. ഒപ്പം തന്നെ കൃഷി സംബന്ധമായ പരിശീലന പരിപാടികൾ സ്കൂളുകൾ തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാർഷിക അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രോഗ്രാമുകളായിട്ടാണ് ചെയ്യുന്നത്. വിവിധ കൃഷികൾ ചെയ്യുന്നു വരുന്നുണ്ട്. ജൈവ സമ്പ്രദായമാണ് അവലംബിച്ച് വരുന്നത്. സമ്മിശ്ര കൃഷിയാണ്. പശു, കോഴി, താറാവ്, ആട്, പച്ചക്കറി, നെല്ല്, തേനീച്ച, ഇങ്ങനെ വിവിധ ഇനം കൃഷികൾ. അതായത് മറ്റു തരത്തിൽ പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ ഒരു കുടുംബത്തിൽ ചെയ്തിരുന്ന എല്ലാവിധ കാർഷിക വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കുക, ഉപയോഗിക്കുക. ചുരുക്കത്തിൽ സ്വയം പര്യാപ്ത ആണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം കഴിയുന്ന രീതിയിൽ ഒരുവിധം എല്ലാ പച്ചക്കറികളും, നെല്ലുൾപ്പെടെ ഉള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. മത്സ്യം ഉൾപ്പെടെ ഉൽപ്പാദനം നടത്തുന്നുണ്ട്. ധാരാളം ഫ്രൂട്ട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, പേരയ്ക്കയുണ്ട്, പപ്പായയുണ്ട്. അങ്ങനെ വിവിധ ജാതി ഫ്രൂട്ട്സ് ഒക്കെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യം കഴിഞ്ഞുള്ള ഫ്രൂട്ട്സും വിഭവങ്ങളും ഒക്കെ പുറത്ത് വിൽപ്പനയും നടത്തുന്നുണ്ട്. ജൈവ സമ്പ്രദായത്തിലുള്ള വിഭവങ്ങളായതുകൊണ്ട് തേനിനും മറ്റുമൊക്കെ നല്ല മാർക്കറ്റാണ്, ധാരാളം ആവശ്യക്കാരുണ്ട്. മാത്രമല്ല, തേനീച്ച കൃഷി താല്പര്യമുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും ആവശ്യമായ നടപടികളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്
ഞാൻ മീൻ വളർത്തുന്ന കുളങ്ങളിലൊന്നാണ്. ഏകദേശം 1000-ഓളം മീനുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. 2 മീറ്റർ ആഴമുണ്ട്. വെള്ളത്തിൻ്റെ സാന്നിധ്യം തന്നെ 2 മീറ്ററോളം വരും. ഇതിനകത്ത് വിവിധ ഇനം മത്സ്യങ്ങൾ, തിലോപ്പിയുണ്ട്, പുറമെ കരിമീനുണ്ട്, പിന്നെ വരാൽ, നാടൻ മത്സ്യം, ഇവയെല്ലാം കൂടെ മിക്സഡായിട്ടാണ് ഇട്ടേക്കുന്നത്. ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഇതിലിങ്ങനെ സമൃദ്ധമായിട്ട് മീൻ വളർത്തുന്നുണ്ട്. നല്ല വളർച്ചയാണ്. മാത്രമല്ല നാച്ചുറലായിട്ടുള്ള ഫുഡ്, ഇപ്പോൾ പച്ചിലകൾ, ഇപ്പം കപ്പ, മരിച്ചീനി ഇല, പിന്നെ ചേമ്പിൻ്റെ ഇല തുടങ്ങിയവയും, പിന്നെ കുറച്ച് ഫിഷ് ഫീഡ് തന്നെ കുറച്ച് വാങ്ങി കൊടുക്കുന്നുണ്ട്. കരിമീനൊക്കെ നല്ല വളർച്ചയാണ്. കാരണം ഇത് നാച്ചുറൽ പോണ്ടായതുകൊണ്ട് തന്നെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് വരെ തടസ്സങ്ങളും ഒന്നും തന്നെ ഇല്ല. ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. ഇപ്പം നിലവിലെ 2 മാസം പ്രായമുള്ള മീനുകളാണ് ഇതിൽ കിടക്കുന്നത്. ഇനി ഏകദേശം ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ വിളവെടുക്കാൻ പൂർത്തിയാകും. ഒരു തിലോപ്പിയ തന്നെ ഏകദേശം ഒരു 300 ഗ്രാം, 300-350 ഗ്രാം വരെ ഗ്രോത്ത് റേറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. മീൻ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് നാച്ചുറൽ ആണെങ്കിൽ നമുക്കത് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രധാനമായിട്ടും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ലഭിക്കും എന്നുള്ളതാണ് നാച്ചുറൽ പോണ്ടിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊന്ന്, നാച്ചുറൽ ഫീഡ് കുറേ കൊടുക്കാൻ കഴിയും. അപ്പോൾ എത്രത്തോളം നാച്ചുറൽ ഫീഡ് നമ്മൾ കൊടുക്കുമോ അത്രയും നമുക്ക് ലാഭം ഉണ്ടാകും. ഇപ്പോൾ അസോള പോലുള്ള ചെടികൾ, ഒപ്പം തന്നെ കപ്പ പോലുള്ള മരിച്ചീനിയും, നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, പപ്പായ, പഴുത്ത പപ്പായയുടെ വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഇതിന് ഫീഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊക്കെയല്ല നാച്ചുറൽ പോണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ എല്ലാ വർഷവും പോണ്ട് വൃത്തിയാക്കണം. പോണ്ടിൽ നിന്നുള്ള ചെളി, മഡ് കോരി മാറ്റേണ്ടതുണ്ട്. ആ മഡ് നല്ലൊരു വളമാണ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ അമോണിയ കണ്ടന്റുള്ള ഒരു സോയിലായിരിക്കും ഈ മഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഡ് മാറ്റുന്നതോടുകൂടി 2 ഗുണമാണ്. ഒന്ന്, ഇത് വളമായിട്ട് ഉപയോഗിക്കാം. മറ്റൊന്ന്, കുളം കൂടുതൽ ഓക്സിജൻ കൂടുതൽ റിസീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെൻ്റെ മകളാണ് കമല. എൻ്റെ പേര് കമല. ഞാൻ ബോയ്സ് VHSC സ്കൂളിലാണ് പഠിക്കുന്നത്, ആറ്റിങ്ങിൽ. ഞാൻ VHSC ആണ്, അഗ്രികൾച്ചറാണ് എടുത്തിരിക്കുന്നത്, ഗാർഡനർ. സർക്കാരിൻ്റെ നിരണത്തുള്ള ഡക്ക് ഫാമിൽ നിന്നും വാങ്ങിയ ഡേ ഓൾഡ് പ്രായമുള്ള 100 താറാവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇതിന് ഏകദേശം ഒരു 10-28 ദിവസം ബ്രൂഡ് ചേമ്പൽ തന്നെ വളർത്തി അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറക്കി വിട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു പൂവൻ താറാവുകൾ കഴിഞ്ഞു. ബാക്കി ഏകദേശം ഒരു 50ഓളം താറാവുകളുണ്ട്. എന്നെ സംബന്ധിച്ച് താറാവിനെ സ്വാഭാവികമായിട്ടുള്ള തീറ്റ ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വയലും കുളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറേ സ്വാഭാവിക തീറ്റ കിട്ടും. എന്നാൽ കയ്യിൽ നിന്ന് കുറച്ച് ഫീഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ലെയർ മാഷുള്ള കുറച്ച് ഫീഡ് കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ദിവസവും മുട്ട ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. 3 വർഷമാണ് താറാവിൻ്റെ വളർച്ചാ കാലാവധി. താറാവ് കൃഷിയെക്കുറിച്ചുള്ള പരിശീലനം സർക്കാരിൻ്റെ നിരണത്തുള്ള ഡക്ക് ഫാമിൽ നിന്നും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു നല്ല രീതിയിൽ താറാവ് കൃഷി ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ താറാവ് കൂടി നമ്മുടെ കൃഷിയുടെ ഒരു ഭാഗം ആയിട്ട് മാറിയിരിക്കുന്നു. വർഷമായിട്ട് ഞങ്ങൾ കൃഷിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് VHSC എടുക്കാൻ എനിക്ക് പ്രചോദനമായതും അഗ്രികൾച്ചർ തന്നെ എടുത്തതും. ഇപ്പം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ അച്ഛൻ ആദ്യമൊക്കെ ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തുകൊണ്ട് വന്നത്. ഇപ്പം ഇതുവരെയൊക്കെ ആയി. കൃഷി ഒരു തൊഴിൽ എന്നതിനേക്കാൾ ഉപരി വിജ്ഞാനവും വിനോദവും വിശ്രമവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിലെ ടെൻഷൻ ഒഴിവാക്കാൻ കൃഷിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണപ്രദമായ ഒരു ഉപാധി എന്ന് പറയുന്നത്. രാവിലെ തന്നെ ഈ പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളും താറാവും പച്ചക്കറിയും ഒക്കെ ആയിട്ട് ഇണങ്ങി
അവർക്ക് ഓരോ പരിചരണമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മറ്റ് ചിന്തകൾ, മറ്റ് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അറിയില്ല. മനസ്സ് വളരെ ശാന്തമാകാനും ഒപ്പം തന്നെ ഉന്മേഷം പ്രദാനം ചെയ്യാനും ഒക്കെ കൃഷി സഹായിക്കുന്നുണ്ട്. കൃഷി ലാഭം എന്നുള്ളതിനേക്കാൾ ഉപരി പിന്നെ പൊതുവെ പറയാറുണ്ട് കൃഷി നഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല. കാരണം നമ്മൾ സമ്മിശ്ര കൃഷി, നമ്മൾ കൃഷി ചെയ്യുന്ന ഈ രീതിയാണ് പലപ്പോഴും നഷ്ടത്തിലേക്ക് ചെന്നെത്തുന്നത്. ആദ്യം കൃഷി എന്താണെന്ന് അറിയണം. ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷിയുടെ സ്പെഷ്യലൈസേഷനാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നത് ചിലപ്പോൾ പശു വളർത്തുന്ന ആൾ പശുവിനെ മാത്രം വളർത്തും. സ്വാഭാവികമായിട്ടും അയാൾക്കത് ലാഭം ആകണമെന്നില്ല. അപ്പോൾ പശുവിൻ്റെ ചാണകം കൊണ്ട് കളയുന്ന ബുദ്ധിമുട്ടായിരിക്കും. പശുവിന് ഫീഡർ, അതായത് പുല്ല് കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വരും. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം പശുവിനെ സംബന്ധിച്ച് പശുവിന് ഏകദേശം ആവശ്യമുള്ള ഒരു 75-80% ഫീഡും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ധാരാളം പുല്ലുണ്ട്. രാവിലെ പശുവിനെ അഴിച്ച് പുറത്ത് കെട്ടി കഴിഞ്ഞാൽ പുല്ല് മേഞ്ഞോളും. പിന്നെ വാഴയുടെ അവശിഷ്ടങ്ങൾ, വാഴക്കൊലയുടെ അവശിഷ്ടങ്ങൾ, മരച്ചീനിയുടെ തണ്ട് തുടങ്ങിയ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ ചക്കയുടെ സീസണിൽ ചക്കയുടെ മടൽ, ഇതെല്ലാം പശുവിന് ആഹാരമായിട്ട് വരികയാണ്. എന്തിനേറെ പറയുന്നു, ഈ ഇവിടെ നിന്നൊക്കെ പഴുത്ത് വീഴുന്ന വേസ്റ്റായിട്ട് വീഴുന്ന പാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, ഇതെല്ലാം ഞാൻ പശുവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഴിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് പാലെന്ന് പറയുന്നത് അത്രയും ഗുണസമ്പുഷ്ടമായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ പശുവിൻ്റെ ചാണകം അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കാരണം പലപ്പോഴും പല ഫാമുകൾ നടത്തുന്ന ആൾക്കാർ പറയുന്ന പശുവിൻ്റെ ചാണകം എങ്ങനെ ഡിസ്പോസ് ചെയ്യും, അത് വലിയൊരു ബുദ്ധിമുട്ടാണ്, വലിയൊരു ബാധ്യതയാണ് അവർക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം വളമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. ഇതുപോലെ ഓരോന്നും പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് അതൊരു ചെയിൻ, ഒരു സർക്കിൾ, ഒരു ബയോ സർക്കിൾ പരിപാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലാഭകരമാണ്. ഒപ്പം തന്നെ നമുക്ക് കൃഷിയിൽ തന്നെ നഷ്ടം, ഇപ്പോൾ കൃഷി പലപ്പോഴും നഷ്ടമാണെന്ന് പറയാൻ കാരണം ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നഷ്ടമാണെന്ന് പറയും. അതേസമയം പല മേഖലയിൽ ഇപ്പോൾ പച്ചക്കറിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് ഫിഷിൽ ലാഭം കിട്ടാം, അല്ലെങ്കിൽ വാഴയിൽ ലാഭം കിട്ടാം. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ വരുന്ന നഷ്ടം കവർ ചെയ്യാൻ കൂടി എന്ത് ചെയ്യും, ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സഹായിക്കും. അതുകൊണ്ട് എനിക്ക് നൽകാൻ കഴിയുന്ന ഉപദേശം നമ്മൾ ചെറിയ തോതിലാണെങ്കിലും സമ്മിശ്ര കൃഷി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാർഷിക സമ്പ്രദായങ്ങളെയും അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഈ പെരുന്തേനീച്ച, ഇതാണ് പെരുന്തേനീച്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം 40ഓളം കൂടുകൾ എനിക്കുണ്ട്. ഇപ്പോൾ തേൻ്റെ സീസണല്ല, തേനീച്ചയുടെ സീസണല്ല, മഴക്കാലമാണ്. അപ്പോൾ സാധാരണ മഴക്കാലത്ത് തേനീച്ചയ്ക്ക് ഫീഡ് ചെയ്യണം നമ്മൾ. വലിയ തോതിലുള്ള തേനീച്ച കർഷകരെല്ലാം ഈ സമയത്ത് തേനീച്ചയ്ക്ക് മഴയായതുകൊണ്ട് പഞ്ചസാര ലായനിയും തേനും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കൃത്രിമമായിട്ട് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ധാരാളം വാഴയുണ്ട്, പച്ചക്കറി, പയറ്, വെള്ളരി, അങ്ങനെയുള്ള ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ട്, തെങ്ങ്, മാവ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള തേൻ അതിൽ നിന്ന് പ്രകൃതിയായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല, നാച്ചുറൽ ആണ്. അപ്പോൾ അതുകൊണ്ട് പരിചരണം വളരെ കുറവാണ്. മറ്റ് തേനീച്ച കർഷകരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചുള്ള പരിചരണ ജോലികൾ വളരെ കുറവാകാൻ ഒരു കാരണമാണ് തേനീച്ചയെക്കുറിച്ചുള്ള ഭയമാണ് പൊതുവെ ആരും തേനീച്ച കൃഷി ചെയ്യാതിരിക്കാൻ കാരണം. ഞാനും തേനീച്ചയെ ഭയന്നിരുന്ന ഒരാളായിരുന്നു പണ്ട് കാലത്ത്. എന്നാൽ ഞാൻ തേനീച്ച കൃഷിയായിട്ട് എനിക്ക് താല്പര്യം തോന്നാൻ തന്നെ ഒരു കാരണം, ഞാൻ ഈ പച്ചക്കറികൾ നട്ടിരുന്ന സമയത്ത് പച്ചക്കറി തോട്ടത്തിൻ്റെ സമീപത്തായിട്ട് ഒരു തെങ്ങിലെ പുറത്ത് നിന്ന് ഒരു തേൻ തുമ്പി വന്ന് കൂട് വയ്ക്കുകയും കുറേ നാൾ അവിടെ തേൻ തുമ്പി അവിടെ കഴിയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് മനസ്സിലായത്, ഞാൻ മുൻപ് പച്ചക്കറി ചെയ്തതിനേക്കാൾ ഇരട്ടി വിളവ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായ പരാഗണം. ഈ തേനീച്ച നിർവഹിക്കുന്ന ഒരു സമാന്തരമായിട്ട് നിർവഹിക്കുന്ന, നമ്മൾ പോലും അറിയാതെ പ്രകൃതിയിലെ തേനീച്ചയുടെ സംഭാവനയാണ് പരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി പരാഗണം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പച്ചക്കറിയിൽ ആണെങ്കിൽ പോലും നമ്മുടെ കൃഷി വിഭവങ്ങളിലെ ഓരോ പൂവും കായായിട്ട് മാറുകയാണ്. പരാഗണം നടക്കാതെ വരുമ്പോഴാണ് കുറച്ച് പൂക്കളെ തൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ കൃത്യമായി തേനീച്ച നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരാഗണം നടക്കുകയും ഉൽപാദനം കൂടുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ പാഷൻ ഫ്രൂട്ടൊക്കെ നിറയെ കായ്ക്കുന്നുണ്ട്, പേര സമൃദ്ധമായിട്ട് കായ്ക്കുന്നുണ്ട്. ഒക്കെ കാരണം ഇതിൻ്റെ സമീപത്തുള്ള തേനീച്ചയാണ്. നമ്മൾ മിക്കവാറും സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തേനീച്ച ഈ തുമ്പികൾ മിക്കവാറും ഇതിലെ പൂക്കളിലൊക്കെ വന്നിരുന്ന തേൻ കുടിക്കുന്നതാണ്. അവർ പോലും അറിയാതെ അവർ നടത്തുന്ന ഈ പ്രകൃതിയിലെ ഈ പ്രതിഭാസം, അതിൻ്റെ ഫലമായിട്ടാണ്
ഈ ഉൽപ്പാദനം കൂടിയത്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഞാൻ പിന്നെ തേനീച്ച കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ഹോർട്ടികോർപ്പുമായിട്ട് ബന്ധപ്പെടുകയും ഹോർട്ടികോർപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും നമ്മുടെ മാവേലിക്കരയുള്ള ഹോർട്ടികോർപ്പിൻ്റെ ആസ്ഥാനത്ത് പോയി 7 ദിവസത്തെ ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഓരോ ട്രെയിനിങ്ങിൽ നിന്നും തേനീച്ചയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പിന്നെ സ്വതന്ത്രമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാനും പഠിച്ചു. അപ്പോൾ ആദ്യമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ചെറിയ ആക്രമണം, തേനീച്ചയുടെ കുത്ത് കേൾക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ പരിശീലനക്കുറവ്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പരിശീലനം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിനെ തുടർന്ന് തേനീച്ചയ്ക്ക് ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കാതെ നമുക്ക് തേനീച്ചയെ കൈകാര്യം ചെയ്യാനും നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവരോട് ഇടപെടാനും തേനെടുക്കാനും ഒക്കെ പഠിച്ചു. എന്ന് മാത്രമല്ല തേനീച്ച കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരു 2-3 കൂടുകളിൽ തുടങ്ങി എനിക്ക് ഏകദേശം ഒരു 10-40ഓളം പെരുന്തേനീച്ചയുടെ കൂടുകളുണ്ട്. അപ്പോൾ ഒരു പ്രതിവർഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഏകദേശ കണക്കനുസരിച്ച് 250-300 കിലോ തേൻ എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൗതുകരമായിട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തേനീച്ച കൃഷി തുടങ്ങിയിട്ട് 5 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 5 വർഷങ്ങൾക്കും 5-6 വർഷം അപ്പോൾ ഒരു വർഷം എനിക്ക് 250 ശരാശരി 250 കിലോ തേൻ കിട്ടുന്ന സ്ഥിതിക്ക് ഇത്രയും നാൾ ഓരോ വർഷവും ഇത്രയും തേൻ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലുള്ളതാണ്, പക്ഷേ ശേഖരിച്ച് കൊണ്ടുവയ്ക്കാൻ തേനീച്ചകളില്ലാത്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എല്ലാ വർഷവും ഇത്രയും കളക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പുതിയ തലമുറകൾക്ക് നൽകാനുള്ള ഉദ്ദേശം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും തേനീച്ച കൃഷി പരിശീലിക്കുക. ആർക്ക് വേണോ വളരെ സൗജന്യമായിട്ട് ഇതിൻ്റെ പരിശീലനവും ഒക്കെ പറഞ്ഞു തരാനൊക്കെ ഞാൻ സന്നദ്ധനാണ്. കാരണം എൻ്റെ ഉദ്ദേശം നാട്ടിൽ കഴിയുന്നത്ര ഈ തേനീച്ച കൃഷി വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. മാത്രമല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമൃതാണ് തേനെന്ന് വേണമെങ്കിൽ പറയാം. രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്ന ഏറ്റവും അനുയോജ്യമായ നമ്മുടെ ആയുർവേദ മൂല്യമുള്ള നമ്മുടെ ചെടികൾ, ഈ ചെടികളിൽ നിന്ന് ശേഖരിക്കുന്ന തേൻ തീർച്ചയായിട്ടും ആ തേനിന് നല്ല ഔഷധ ശക്തി ഉണ്ടാവും, ഔഷധ ഗുണം ഉണ്ടാവും. ആ ഔഷധ ഗുണം നമ്മൾ ഡെയിലി ഓരോ സ്പൂൺ തേൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി വളരെയധികം വർദ്ധിക്കുമെന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് വേണമെങ്കിലും സാക്ഷ്യപ്പെടുത്താം. കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം ചെറുപ്പകാലത്ത് വീട്ടിലേക്ക് കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതൽ കൃഷി ചെയ്യാനുള്ള അവസരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ വീട്ടിലും അതുപോലെ തന്നെ നാട്ടിൻപുറത്ത് സ്കൂളിൽ പോകുന്ന വഴിയിലുമൊക്കെ നാട്ടുകാർ കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ അന്ന് മുതലേ മനസ്സിൽ കടന്നുകൂടിയ ആഗ്രഹം ആയിരിക്കാം, മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നതായിരിക്കാം കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യം. എന്നാൽ പിന്നീട് സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ കൃഷി പൂർണ്ണമായിട്ടും, അതായത് ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ആ സർവീസിലായിരുന്ന സമയത്ത് തന്നെ ജോലിയോടൊപ്പം കൃഷിയും കൂടി നടത്തിയിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഫുൾ ടൈം കൃഷി മാത്രമല്ല കൃഷി സംബന്ധമായിട്ടുള്ള വിജ്ഞാനം കുട്ടികളിലേക്ക് പകരാൻ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൃഷി അധിഷ്ഠിതമായ ക്ലാസ്സുകൾ, കൃഷിയെ പരിചയപ്പെടുത്താൻ, കൃഷിയുമായിട്ട് പുതിയ തലമുറ കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം എന്നുള്ള നിലയിൽ സ്കൂളുകളിലും മറ്റുമൊക്കെ ചെറിയ ക്ലാസ് മുതൽ കുട്ടികളെ കൃഷി പഠിപ്പിക്കാനുള്ള സ്വമേധയാ തയ്യാറായി, ഞാൻ വോളണ്ടറി ആയിട്ട് തയ്യാറായിട്ട് പല സ്കൂളുകളിലും പോയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ജൈവവളവും ജൈവ കീടനാശിനികളും മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കീടനാശിനികൾ നമ്മൾ ഉപയോഗിച്ചിരുന്നേ ഇല്ല പണ്ട് കാലത്ത്. വളരെ അപൂർവമായിട്ട് നെല്ലിനും മറ്റുമൊക്കെ മാത്രമേ കീടനാശിനികൾ ഉപയോഗിച്ചിരുന്നു, പച്ചക്കറികൾക്കൊന്നും ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ സ്വാഭാവികമായിട്ടും കീടങ്ങളുടെ ആക്രമണം അന്ന് കുറവായിരുന്നു. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കാർഷിക വിപ്ലവമൊക്കെ വന്നതിൻ്റെ ഫലമായിട്ട് ഈ കാർഷിക രംഗത്ത് കൂടുതൽ ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ കൃത്രിമ മാർഗ്ഗങ്ങൾ അവലംബിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മണ്ണിൻ്റെ പല ഗുണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമിതമായിട്ടുള്ള രാസവള പ്രയോഗം മൂലം നമ്മുടെ മണ്ണിലുള്ള ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ മണ്ണിരയുടെ സാന്നിധ്യം തന്നെ പല സ്ഥലങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് രാസവളത്തിൻ്റെയും കീടനാശിനികളുടെ അമിത ഉപയോഗം കൊണ്ട് മണ്ണിൽ അവയ്ക്ക് ജീവിക്കാൻ പറ്റാതായി അവ നഷ്ടപ്പെട്ടതാണ് ഒരു കാരണം. അപ്പോൾ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത എത്രയോ സൂക്ഷ്മ ജീവാണുക്കൾ നമ്മുടെ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഈ അമിതമായ രാസവള പ്രയോഗം ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ രാസവള പ്രയോഗത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന രാസവളവും കീടനാശിനികളും ഉപയോഗിച്ച് വരുന്ന ഫുഡിൻ്റെ ദോഷങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
അപ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ചു പോകാൻ നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിനൊക്കെ ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ഈ ഫുഡിലുള്ള ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ കുറേശ്ശെ ചെറിയ തോതിലെങ്കിലും മാറ്റിയെടുക്കാനുള്ള ഒരു എളിയ സംരംഭം എന്നുള്ള നിലയിലാണ് ഞാൻ ജൈവ കൃഷി രീതി അവലംബിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജൈവ കൃഷി ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൈവ കൃഷി രീതിയാണെങ്കിൽ സംയുക്ത കൃഷി അല്ലെങ്കിൽ സമ്മിശ്ര കൃഷിയിലൂടെ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്കൊരു ജൈവ രീതിയിലേക്ക് മാറാൻ കഴിയൂ. അപ്പോൾ പശു കൃഷിയുടെ അടിസ്ഥാന ഭാഗമാണ് പശു എന്ന് പറയുന്നത്. പശുവിൻ്റെ ചാണകവും അതുപോലെ ഗോമൂത്രം തുടങ്ങിയവയാണ് ഒരു പരിധിവരെ കീടങ്ങളെ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും അകറ്റുന്നത്. എന്നാൽ ഇതുമൂലം വരുന്ന കീടങ്ങളുമുണ്ട്. ഈ നമ്മൾ തെങ്ങിലും മറ്റൊക്കെ കാണുന്ന ചെറിയ വണ്ടുകൾ, ചെമ്പൻ ചെല്ലി പോലുള്ള വണ്ടുകൾ, അവയൊക്കെ മുട്ടയിടുന്ന ചാണകത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ചാണകവും മറ്റുമൊക്കെ കൂട്ടിയിടുന്ന ചാണകത്തിലും മറ്റുമൊക്കെ കോഴി, താറാവ് തുടങ്ങിയവ അത് ചീച്ച് വൃത്തിയാക്കി അതിനകത്തുള്ള കീടങ്ങൾ അതെന്ത് ചെയ്യും, നശിപ്പിച്ചോളും. അപ്പോൾ ഞാൻ ഈ ഇൻ്റഗ്രൽ കൃഷിയുടെ ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ പലതിനെയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സമ്മിശ്ര കൃഷിയുടെ ഫലമായിട്ട് നമുക്ക് വലിയൊരു പരിധിവരെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും ഒപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനും കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് 2 മാസം പ്രായമായ നെൽച്ചെടിയാണ്. നമ്മുടെ നെല്ലനാട് കൃഷിഭവനിൽ നിന്നാണ് നെൽവിത്തുകൾ തന്നത്. ഉമ എന്ന ഇനം വിത്തിനമാണ്. നല്ല ഈൽഡാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മുൻകാലങ്ങളിൽ ഇത് കൃഷി ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷവും നല്ല വിളവ് പ്രതീക്ഷിക്കുന്നു. ഈ നെൽകൃഷിയെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. ചെറിയൊരു പ്ലോട്ട് സ്വന്തമായിട്ട് ചെയ്തതാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പൊതുവെ നെൽകൃഷി നഷ്ടം എന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന ലേബർ കോസ്റ്റാണ്. അപ്പോൾ എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്, ആധുനിക മാർഗ്ഗങ്ങൾ. ഇപ്പോൾ യന്ത്രോപകരണങ്ങളുണ്ട്. വയലിൽ കൃഷി ചെയ്യാൻ തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ട്രാക്ടറുകൾ ഉപയോഗിക്കാം. കൊയ്ത്തന്ത്രമുണ്ട്. കള എടുക്കാനായിട്ട് മെഷീൻസ്, ചെറിയ മെഷീൻസ് ഉണ്ട്, ലോ കോസ്റ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യസമയത്ത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെൽകൃഷി നഷ്ടം ആകില്ലായിരുന്നു. അപ്പോൾ താൽക്കാലിക നഷ്ടം കണ്ടുകൊണ്ട് നമ്മൾ നെൽകൃഷി ഉപേക്ഷിച്ചു. എന്നാൽ ഈ യന്ത്രോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക കൃഷി പ്രാവർത്തികമാക്കി വരുന്ന ഈ സമയത്ത് കൃഷി നമുക്ക് ലാഭകരമാക്കാം. കൃഷിയിൽ നമുക്ക് നെല്ല് ഉൽപ്പാദനം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള ഫോഡർ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, കച്ചിൽ കിട്ടുന്നുണ്ട്. പോരാത്തതിന് നല്ല ശുദ്ധമായ തവിടുള്ള അരി കഴിക്കുന്നതോടെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, വൈറ്റമിൻ ഡി ഒക്കെ ധാരാളം അതിലുണ്ടാകും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അരി എന്ന് പറയുന്നത് കീടനാശിനികളും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉപയോഗിച്ച് ആണ് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. എത്ര നമ്മൾ ശുദ്ധീകരിച്ചാലും അതിൽ അവയുടെ അംശം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് വയലുള്ളവരും അല്ലെങ്കിൽ കരയിൽ പോലും നെൽകൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. കഴിയുന്നത്ര ചെയ്യുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് നമ്മുടെ അത്യാവശ്യ വീട്ടിലെ ഭാഗികമായ ഉപയോഗത്തിനെങ്കിലും നെൽകൃഷി ചെയ്തെടുത്താൽ അത് കാർഷിക മേഖലയ്ക്കും നന്നായിരിക്കും. ഒപ്പം നമ്മുടെ ആരോഗ്യവും പോരാത്തതിന് നമ്മുടെ ജൈവ സമ്പത്ത് അല്ലെങ്കിൽ ജൈവ പ്രത്യേകതകൾ, വൈവിധ്യം ഒക്കെ സംരക്ഷിക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് നെൽകൃഷി. താറാവ് കളയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ നെൽപ്പാടത്തിലെ കളയെടുക്കുന്നതിൽ നല്ലൊരു ശതമാനം അവർ തന്നെ എടുത്ത് സഹായിക്കുന്നുണ്ട്. ചെറിയ കുളവാഴ പോലുള്ള പുൽച്ചെടികളെല്ലാം ഇവരെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പായലുകൾ, മാത്രമല്ല താറാവ് ഇറങ്ങുന്നുള്ള ഒരു ഗുണം, ഇതിനകത്ത് വന്നിരിക്കുന്ന കീടങ്ങളൊക്കെ ഈ താറാവിൻ്റെ അനക്കം തട്ടുമ്പോൾ പറന്ന് പോകും. എൻ്റെ ജീവിതചര്യ രാവിലെ 5 മണിക്ക് ഉണരും. 5 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പശുവിന് ആവശ്യമായ പരിചരണമൊക്കെ കൊടുക്കും. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ കറക്കാനായിട്ടുള്ള ആൾ വരും, പുറത്തുനിന്ന് ആൾ വന്ന് പശുവിനെ കറക്കും. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ തന്നെ പുറത്ത് വരികയും ഈ പശുവിൻ്റെ ചാണകം തന്നെ ആദ്യത്തെ ജോലി തന്നെയാണ്. പശുവിനെ കുളിപ്പിക്കുക, പശുവിൻ്റെ ചാണകം എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് പറമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ദിവസവും ഓരോ ചെടിയുടെയും ഓരോ വിളയുടെയും സ്ഥലത്ത് ഇടുകയാണ്. അപ്പോൾ അതോടുകൂടി അവിടെ നീറ്റാകുകയാണ് ആ ഭാഗം.
അത് കഴിഞ്ഞിട്ട് ഓരോ കൃഷിയുടെ പരിചരണം. ഇപ്പോൾ താറാവിനെ പരിചരണം. താറാവ് നേരം വെളുത്തു കഴിഞ്ഞാൽ താറാവ് ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും അവരെ തുറന്നു വിടാനായിട്ട്. 6 മണിയാകുമ്പോൾ താറാവിനെ പുറത്തേക്ക് തുറന്നു വിടും. അപ്പോൾ താറാവിൻ്റെ മുട്ട കളക്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് അത്യാവശ്യം ആഹാരം ഫീഡ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി അവർ എടുത്തു കഴിഞ്ഞാൽ 6-6:30 മണിയോടുകൂടി അവരിങ്ങ് പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി സമയം വൈകുന്നേരം 4 മണിയാകുന്നവരെ അവർ പുറത്തായിരിക്കും. 4 മണിയാകുമ്പോഴാണ് കൃത്യമായിട്ട് അവർ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, നമുക്ക് സമയം അറിയണമെങ്കിൽ ക്ലോക്ക് നോക്കണം. പക്ഷേ താറാവിനെ സംബന്ധിച്ച് ഒന്നും നോക്കണം. കൃത്യം 4 മണിയായാൽ അവർ വീട്ടിൽ ഫോളിനായിരിക്കും. അടുത്ത ആഹാരം അവർക്ക് ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒറ്റൊന്നും അറിയണ്ട, ഇവർ നേരെ അവിടെ കൂട്ടിലേക്ക് പോയിക്കോളും. വളരെ മര്യാദക്കാരാണ് അവർ. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഞാൻ സർവീസിലായിരുന്ന സമയത്ത് രാവിലെ 8 മണി വരെയുള്ള സമയം കൊണ്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് 8 മണി കഴിഞ്ഞ് ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ 9 മണി 9:30 ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 10 മണിക്കകത്ത് ഓഫീസിലെത്തുമായിരുന്നു. ഇപ്പോൾ സർവീസ് ജീവിതം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം ആരംഭിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്രമ ജീവിതം ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ഫുൾ ടൈം കൃഷിയാണ്. അപ്പോൾ കിട്ടുന്ന ഇടവേളകളിലൊക്കെ ഇടയ്ക്ക് രാവിലെ ഇറങ്ങി ഒരു 10 മണി വരെ തുടർച്ചയായിട്ട് കൃഷിയും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൂടി കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകും, ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതുമായിട്ട് വലിയ വെയിലൊന്നും ഏൽക്കാത്ത ചെറിയ ജോലികൾ, ഇപ്പോൾ തേനീച്ചക്കൂടിൻ്റെ പരിചരണം, അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കൽ, താറാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകൽ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ആ പശുവിനെയൊക്കെ പറമ്പിൽ നിന്ന് തിരിച്ചഴിച്ച് കിട്ടുക, അവയ്ക്ക് വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള ജോലികളാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ജോലികളൊക്കെ തരും. അപ്പോൾ ഇതാണ് എൻ്റെ നിലവിലുള്ള ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതൊരു ഹൈബ്രിഡ് പയർ ചെടിയാണ്. ഇതിൻ്റെ വളർച്ചാ കാലഘട്ടം 45 ദിവസം കൊണ്ടത് പൂവിട്ട് തുടങ്ങും. ഇതിപ്പോൾ ഏകദേശം 45 ദിവസം കഴിഞ്ഞു, പൂവിട്ട് തുടങ്ങി. ഓണം കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ വിളവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ഓണത്തിന് വേണ്ടിയിട്ട് പച്ചക്കറി ഇടും. ഞാനങ്ങനെ ഓണം പ്രത്യേകിച്ച് ഓണം സീസൺ കണക്കാക്കിയൊന്നും ചെയ്യാറില്ല. സമയം കിട്ടുമ്പോൾ ചെയ്യും. ഓണം കഴിഞ്ഞാലും നമുക്ക് പച്ചക്കറിയുടെ ആവശ്യം ഉണ്ടാവും. പച്ചക്കറിക്ക് ഡിമാൻഡൊന്നും കുറയില്ല. അപ്പോൾ ഇത് അല്പം ലാർജ് സ്കെയിലുണ്ട്. അപ്പോൾ ഒരു ശരാശരി ഒരു 10-30 കിലോ പയർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പോൾ നിരന്തരമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് പൂവ് കുറവാണ്. കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ നല്ല ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നുണ്ട്. കീടങ്ങളുടെയൊക്കെ ചെറിയ തോതിലുള്ള ശല്യമുണ്ട്. മുഞ്ഞ പോലുള്ള ജീവികളുടെയൊക്കെ ശല്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ട് മഴ നിൽക്കുമ്പോൾ കീടങ്ങളുടെ ആക്രമണം കൂടും. തണുത്ത കാലാവസ്ഥ, മഴ ഉള്ള ഈർപ്പമുള്ള കാലാവസ്ഥയാണ് കീടങ്ങൾ കൂടുതൽ പെറ്റ് പെരുകുന്നതും അവർക്ക് അനുകൂലമായ സാഹചര്യം അപ്പോഴായിരിക്കും. ഇതിന് ഇപ്പോൾ 2 തവണ ഞാൻ വളം കൊടുത്തിട്ടുണ്ട്. 2 തവണയും കോഴി വളം കൊടുത്തു. പിന്നെ ഇപ്പോൾ ചാണകത്തിൻ്റെ സ്ലറി, ചാണകപ്പാൽ അത് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അത് ചെറിയ പ്രായത്തിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട്, വളർച്ചയ്ക്ക് സഹായിക്കും. അത് കഴിഞ്ഞ് കോഴിവളം, ഇത് മാത്രമേ ഇതിന് വളമായിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും ഞാൻ കൊടുത്ത വളത്തേക്കാളുള്ള വളർച്ച ഇതിൽ കാണുന്നുണ്ട്. കാരണം നേരത്തെ ഇത് വാഴത്തോപ്പായിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് ഏത്തവാഴ കൃഷി ചെയ്തിരുന്നു. ഏകദേശം 1000-ഓളം ഏത്തവാഴ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഈ വർഷം ഏത്തവാഴ കൃഷി മാറ്റിയിട്ട് ഒരു ക്രോപ്പ് ചേഞ്ച് അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പച്ചക്കറി പയർ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഏത്തവാഴയ്ക്ക് ചെയ്ത വളം വലിയൊരു അളവിൽ ബാലൻസ് ഈ മണ്ണിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഏത്തവാഴയുടെ അവശിഷ്ടങ്ങൾ, വാഴപ്പോള, വാഴത്തടയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കിടന്നിട്ട് മണ്ണിൽ കിടന്നിട്ട് ജൈവവള സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് വളം മാത്രമേ ഇവിടെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതിനേക്കാൾ ഇപ്പോൾ ചെയ്ത വളർത്തേക്കാൾ കൂടുതൽ ഗ്രോത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വളത്തിൻ്റെ അളവ് കുറച്ചിരിക്കുകയാണ്. കാരണം ഇലയൊക്കെ വളരെ വിസ്തൃതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇലയൊക്കെ വളരെ വിസ്തൃതി വളരുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെയിൽ, സൂര്യപ്രകാശം ഇതിന് കിട്ടാതെ വരും. അപ്പോൾ കായയുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കും. അതിന് വേണമെങ്കിൽ പറ്റിയ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ നമുക്ക് നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ, ഈ അധികമുള്ള ഇലയെ നമുക്ക് നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കറി വയ്ക്കാം. പണ്ട് കാലത്ത് നമ്മൾ ഇലക്കറികൾ, ഞാനൊക്കെ ഇതിൽ നിന്ന് പറിച്ചിട്ട് ഇലക്കറികൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടാനും സഹായിക്കും. ഇത് സലാഡ് കുക്കുംബറാണ്. ഈ പയറിനിടയ്ക്ക് കുറച്ച് സലാഡ് കുക്കുംബറൂടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ടുള്ള മഴയുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് അത്ര വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് അവഗണന ഞാൻ ഇതിനോട് കാണിച്ചു.
എന്നാലും മോശമല്ല, കായൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിന് പ്രത്യേകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോളിനേഷൻ കൃത്യമായി നടക്കുന്നുണ്ട്. മിക്കവാറും എൻ്റെ പറമ്പിലെ അല്ലെങ്കിൽ എൻ്റെ കൂടുകളിലെ തേനീച്ച, ചെറുതും വലുതുമായിട്ടുള്ള തേനീച്ചകൾ സമൃദ്ധമായിട്ട് ഇവിടേക്ക് വന്നിട്ട് അതേ തേൻ കുടിച്ചു പോകുന്നുണ്ട്. അതേ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് വെണ്ടയാണ്, ഹൈബ്രിഡ് ഇനം വെണ്ട. അത് നമ്മുടെ റെഡ് വെണ്ടയ്ക്ക ഉണ്ടല്ലോ, കുങ്കും എന്നാണ് അതിൻ്റെ പേര്. അത് നല്ലൊരു വെറൈറ്റിയാണ്, നല്ല വിളവ് തരുന്ന ഒരിനമാണ്. പിന്നെ ഇടയ്ക്ക് ചീരയുണ്ട്, ചീര വ്ളാത്താങ്കര ചീരയുടെ വിത്താണ് കാണുന്നത്. പിന്നെ വെള്ളരിയുണ്ട്, കത്തിരി, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ സൈസിലാണ്, ലാർജ് സ്കെയിലിൽ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ട് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ധാരാളം കൺസ്യൂമേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ച് കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് കൊടുക്കാനായിട്ട് ഉള്ള പ്രൊഡക്ഷൻ എനിക്കില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത്രയും ലാർജ് സ്കെയിലിൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് നമ്മുടെ ശ്രീകാര്യത്തുള്ള കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു നല്ല ഇനം മരിച്ചീനിയാണ് ശ്രീരക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊസൈക്ക് രോഗം, മരിച്ചീനിയെ കൂടുതൽ കാണുന്ന ഒരു പ്രധാന രോഗമാണ് മൊസൈക്ക് രോഗം. ഈ മൊസൈക്ക് രോഗം ബാധിക്കാത്ത നല്ല ഇനം വിളവുള്ള ഒരു ഇനം മരിച്ചീനിയാണ്. ഇത് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായിട്ട് എനിക്ക് കൊണ്ടുവന്ന വിത്താണിത്. ഇതിന് 8 മാസമാണ് വിളവ് കാലാവധി. പരീക്ഷണ സാഹചര്യങ്ങളിൽ ഒരു ചുവട്ടിൽ നിന്നും 42 കിലോ വരെ മരിച്ചീനി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇനമാണ്. കൃഷി സംബന്ധമായ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഉപദേശങ്ങൾക്കോ ഒക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഏതെങ്കിലും പുതിയ കൃഷിയിടത്തിലെ അനുയോജ്യമായ കൃഷി എന്താണെന്ന് സ്ഥലം പരിശോധിച്ച് ആ അനുയോജ്യമായ വിളകൾ നിർദ്ദേശിക്കാൻ തയ്യാറാണ്. പുറമേ പരിശീലനം അത്യാവശ്യം, പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ കൃഷി സംബന്ധമായ പരിശീലനം, വിവിധ കൃഷികളെക്കുറിച്ച് ഉള്ള പരിശീലനങ്ങളും സൗജന്യമായി നൽകാൻ തയ്യാറാണ്. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ 9074112474.